തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പുറകെ CPIയിൽ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോഴിതാ ജില്ലാ കൗൺസിൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട നാട്ടിക MLA മുകുന്ദൻ അദ്ദേഹവും പാർട്ടി വിടാനൊരുങ്ങുകയാണ് എന്ന് കേൾക്കുന്നു. വലിയ സംഘർഷമാണ് ഇത് സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ CPIക്കുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് വാർത്തകൾ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ലെ, ഈ CPIയുമായി ബന്ധപ്പെട്ട് നാം മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ CPIയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നു, ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞു, ലോക്കൽ സമ്മേളനം കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ആ പാർട്ടി തകർച്ചയുടെ വക്കിലെന്ന വാർത്തകൾ തുടർച്ചയായി തന്നെ വരുന്നുണ്ട്. പല ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പോലും ആളില്ല. അതോടൊപ്പം തന്നെ പ്രവർത്തകരില്ല. ആ പാർട്ടി പൂർണ്ണമായി തന്നെ തകർച്ചയിലേക്ക് നിരവധി ബ്രാഞ്ച് കമ്മിറ്റികൾ അതുകൊണ്ട് പിരിച്ചുവിടേണ്ടി വന്നു എന്ന വാർത്തയാണ് പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിരിച്ചു വിട്ടതിന് കാരണം ആളില്ല. ഇനി ബംഗാളി പ്രവർത്തകരില്ല, നേതാക്കളില്ല. ഇനി ബംഗാളികളെ വാടകയ്ക്ക് എടുക്കുക നിർവാഹമുള്ളൂ എന്ന് തമാശയ്ക്ക് ആരോ പറയുന്നത്. ബംഗാളിലാണെങ്കിൽ ആളില്ല. ഇനി ബംഗാളികൾ തെറി വിളിക്കുക. അവിടെ ഈ രാഷ്ട്രീയം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഇനി എവിടെ വന്നിട്ട് ഇനി ഈ കൊടി പിടിക്കാനുള്ള ചോദ്യം ഇവിടെയും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ആ ചോദ്യമായിരിക്കും എന്തായാലും ബംഗാളികൾ ഉന്നയിക്കുക. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും വിളിച്ചാലും ചിലപ്പോൾ ബംഗാളികൾ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായാലും ഈ ബംഗാളികളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണെങ്കിൽ ഈ കൂലി കൊടുത്തായാലും ഒരു കൊടി പിടിക്കാൻ വിളിച്ചാൽ പോലും എന്തായാലും ആ പ്രവർത്തകർ വരില്ല. ആ രീതിയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായത്. നാം ഈ CPIയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ 100 വർഷമാവുകയാണ്. 1925 ഇന്ത്യയിൽ രൂപീകരിച്ച ഒരു പാർട്ടിയാണ്. റഷ്യയിൽ രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് പറിച്ചു നടപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയാണ് 100ാം വർഷം ഇത്രയും ദയനീയമായി ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധി, വലിയ പ്രതിസന്ധി. ചിഹ്നവും പോയി. അത് CPMന്റെ തന്നെ ബാലന്റെ ഡയലോഗ് ഉണ്ട്, മരപ്പട്ടിയും ഇല്ല. ആ മരപ്പട്ടിയോ ആ രീതിയിൽ ചിഹ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനിടയിലാണ് ഈ പ്രവർത്തകരില്ല, സംഘടനയില്ല. അതിനിടയിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ വലിയൊരു അടി രൂപപ്പെട്ടിരിക്കുന്നത്. MLA ആണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കൗൺസിൽ യോഗത്തിൽ നിന്നാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. ആ പുറത്താക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം രൂക്ഷമായി രംഗത്ത് വരുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഈ പാർട്ടി നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയിൽ നിന്നും അദ്ദേഹം പുറത്തു പോകുന്നതിനെ കുറിച്ച് വരെ അദ്ദേഹം സംസാരിക്കുകയാണ്. BJPയും കോൺഗ്രസും എല്ലാം തനിക്ക് മുന്നിൽ വൻ ഓഫറുകൾ വച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വേറൊരു കാര്യം പ്രത്യേകിച്ച് പരിശോധിച്ചറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ്. ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് ലീഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ BJPയുടെ ഓഫർ സ്വീകരിക്കാനാണ് സാധ്യത. അങ്ങനെ BJPക്കും ഇത്തരം ഒരു നേതാവിന് ആവശ്യമുണ്ട്. ഈ BJP ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് നേതാക്കളുടെ ക്ഷാമമാണല്ലോ. നാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നിയമസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ 11 ഇടങ്ങളിലാണ് ഒന്നാമത്. ഈ 11 ഇടങ്ങളിൽ മത്സരിപ്പിക്കാൻ മികച്ച നേതാക്കളില്ല. അപ്പോൾ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് കേരളത്തിൽ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിച്ച് മത്സരിപ്പിക്കുക എന്നതാണ് ഉത്തരേന്ത്യയിലെല്ലാം BJP നടപ്പിലാക്കിയത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അവർ നടപ്പിലാക്കിയല്ലോ. ഇപ്പോൾ പത്തനംതിട്ടയിൽ പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു കാലത്ത് ആന്റണി എന്ന ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന്റെ മകൻ, പിന്നീട് അദ്ദേഹമായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ രീതിയിൽ കോൺഗ്രസിന് പിന്തുണച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ എത്തിച്ച് മത്സരിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ആ മത്സരങ്ങളിലൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷെ വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്. അത് കുറച്ച് നാളുകളാവുമ്പോൾ BJP അങ്ങനെയാണല്ലോ, പതുക്കെയാണ് വലിയ രീതിയിൽ. തൃശ്ശൂരിൽ നമ്മൾ അതാണല്ലോ കണ്ടത്. തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തായിരുന്നു, അത് പിന്നെ പതുക്കെ 3ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായില്ല. പിന്നെ ഒറ്റ കുതിപ്പായിരുന്നു 1ാം സ്ഥാനത്തേക്ക്. ഈ 2019 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അറിയാം, ഇതിന് സമാനമായ ഒരു സാഹചര്യമാണ്. സുരേഷ് ഗോപി മത്സരിക്കാൻ വരുന്നു, പരാജയപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു കേരളത്തിൽ BJPക്ക് റോളില്ല, തൃശ്ശൂരിൽ BJPക്ക് റോളില്ലെന്ന് പറയുന്നു. അത് സത്യമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. മറിച്ച് BJP കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് 2021 തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുന്നു. എന്നിട്ടും അവർ പിന്നോട്ട് പോയില്ല. 2024 ആകുമ്പോൾ വലിയ വിജയമാണ്. ബാക്കി മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിന് BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയുന്നുണ്ട്. ആ വിജയമെല്ലാം ആ വിജയത്തിന് പിന്നാലെ തന്നെ ഇതിപ്പോൾ നേതാവാണല്ലോ BJPയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്.
നാം ഇത് അറിയാത്തൊരു മറ്റൊരു കാര്യമുണ്ട്. CPIക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. അതെ, ആകെ ഇപ്പോൾ ജനകീയ മുഖങ്ങളുള്ള CPI ആകെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് 2 ജില്ലകളിലാണെന്ന് പറയാം. ഒന്ന് കൊല്ലത്തും പിന്നെ 2 തൃശ്ശൂരും. പിന്നെ തിരുവനന്തപുരത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ ജോയിന്റ് കൗൺസിലിന്റെ കുറെ അംഗങ്ങൾ ഈ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ ഉള്ളത് കൊണ്ട് കുറെ ആൾക്കാർ CPIയിലുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിലാണ് ഈ ജനകീയ മുഖങ്ങൾ പലതും ഉള്ളത്. CPIക്ക് വലിയ രീതിയിൽ അടിത്തറയുള്ള CPIയുടെ മുഖ്യമന്ത്രി പോലും ഒരു കാലത്ത് തൃശ്ശൂരിൽ നിന്നായിരുന്നു, ചേലാട്ട് അച്യുതമേനോൻ. ആ CPIയുടെ വലിയ അടിത്തറയുള്ള പ്രവർത്തകർ മുഴുവൻ ഇപ്പോൾ BJPയിലേക്ക് ഒഴുകുകയാണ്. അത് വലിയ രീതിയിൽ വാർത്തയാക്കുന്നില്ല. ഓരോ ദിവസവും നാം പരിശോധിച്ചാൽ അറിയാം. സുരേഷ് ഗോപിയുടെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ പ്രവർത്തകർ BJPയിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ CPIയിൽ നിന്നാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ. അത് ആ പാർട്ടിയെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ BJP വിഴുങ്ങുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുകുന്ദനെ, CC മുകുന്ദൻ എന്ന നാട്ടിക MLA തന്നെ ചാക്കിട്ട് പിടിക്കാനായി BJP രംഗത്ത് വരുന്നത്. BJPക്ക് എന്തായാലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ, പ്രത്യേകിച്ച് അവർ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷനും അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും BJPക്ക് നേടുക. അങ്ങനെ നേടിയാൽ മാത്രമേ ഭാവിയിൽ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള, രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തരം പറയുകയാണ്. ആ പറയുക മാത്രമല്ല, പ്രവൃത്തിയിലും അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു അവസരമാണ് ഇടതുപക്ഷം ഇപ്പോൾ ഒരുക്കി വയ്ക്കുന്നത്. അവർ രൂക്ഷമായ തമ്മിലടിയാണ്, വിഭാഗീയതയാണ്. വിഭാഗീയതയിലൂടെ പല നേതാക്കളും ഈ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. അത് നാം കണ്ടിട്ടുണ്ടല്ലോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ആലപ്പുഴയിലും തിരുവനന്തപുരത്തെല്ലാം വലിയ രീതിയിൽ നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുന്നത് നാം കണ്ടിട്ടുണ്ട്. ഈ CPI മാത്രമല്ല, ഇപ്പോൾ പാലക്കാട് P ശശിയുടെ നേതൃത്വത്തിൽ വലിയ കൂട്ടടി നടക്കുകയാണ്. ആർഷോയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അല്ലേ തെരുവ് ഗുണ്ടകളെ പോലെയാണ് ഏറ്റുമുട്ടുന്നത്. കാരണം ഇതാരും മറ്റു പാർട്ടിയല്ല, ഇത് സ്വന്തം പാർട്ടിക്കാർ തമ്മിൽ തന്നെയാണ് തെരുവിൽ. രാഷ്ട്രീയ എതിരാളികൾ തമ്മിലല്ല ഏറ്റുമുട്ടുന്നത്, ഒരേ പാർട്ടിക്ക് ഉള്ളിൽപ്പെട്ട ആൾക്കാരാണ് ഈ വിഭാഗീയതയുടെ പേരിൽ തെരുവിൽ തമ്മിലടിക്കുന്നത്. ഒരു കാലത്ത് P ശശിയെ വലിയ രീതിയിൽ സംരക്ഷിച്ചിരുന്നത് CPM ആണ്. അദ്ദേഹം പീഡന കേസിൽ പ്രതിയായപ്പോൾ തീവ്രത പരിശോധിച്ച് അദ്ദേഹത്തിന് തീവ്രത കുറവാണെന്ന് രേഖപ്പെടുത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. തീവ്രത കുറഞ്ഞ പീഡനം എന്നൊരു പ്രയോഗം പോലും കേരളത്തിൽ ഉണ്ടായത് PK ശശി. അതെ, അദ്ദേഹത്തിന് തീവ്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, തീവ്രത കുറഞ്ഞതാണെന്ന് ഒരു രക്ഷപ്പെടുത്തിയ പാർട്ടിയുടെ നേതാക്കളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തെരുവിലിറങ്ങി ആ ശശിയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നത്. തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയാണ്. പണ്ട് നാം കണ്ടിട്ടുള്ള കോൺഗ്രസിനെതിരെയോ അതോടൊപ്പം തന്നെ BJP പ്രവർത്തകർക്കെതിരെയോ RSS പ്രവർത്തകർക്കെതിരെയോ വിളിക്കുന്ന മുദ്രാവാക്യം സ്വന്തം മുൻ MLAക്കെതിരെയും മുൻ നേതാവിനുമെതിരെയാണ് ഇന്ന് CPM പ്രവർത്തകർ പാലക്കാട്ടെ തെരുവുകളിൽ വിളിക്കുന്നത്. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്നാണ് അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ. അങ്ങനെ ആ പാർട്ടി പൂർണ്ണമായി തന്നെ, വലിയേട്ടൻ അങ്ങനെ ഒരു ഇതുകൊണ്ടല്ലോ, വലിയേട്ടനും അല്ലെ ചെറിയേട്ടനും അല്ലെ, ആ രീതിയിലേക്ക് ഒരു ഇതുണ്ടല്ലോ, പ്രായം കൊണ്ട് വലിയേട്ടൻ ചെറിയേട്ടനായി. കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ മറിച്ചാണ്. 1925-ൽ ജനിച്ച പാർട്ടി ചെറിയേട്ടനായി, 64-ൽ ജനിച്ച പാർട്ടി വലിയേട്ടനുമായി. എന്തായാലും ആ തമ്മിലടി എന്തായാലും രൂക്ഷമായിട്ടുണ്ട്. ഇനി ഈ പാർട്ടികൾ തമ്മിലായിരുന്നു മുൻകാലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ 2 പാർട്ടികൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാകുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇത്തരം നീക്കങ്ങളെല്ലാം പണ്ട് ബംഗാളിൽ കണ്ടിട്ടുണ്ട്. ഒരു ബംഗാൾ മോഡൽ കേരളത്തിലേക്ക് കടന്നു വളരെ വ്യക്തമാണ്. ബംഗാൾ മോഡൽ തകർച്ച കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികളെല്ലാം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അവിടെ 35 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടാണ് ഈ ആപത്ത് അവർക്ക് നേരിടേണ്ടി വന്നതെങ്കിൽ ഇവിടെ 10 വർഷത്തെ തുടർഭരണം കൊണ്ട് തന്നെ അതിലേക്ക് എത്തി എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്നൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും. അതാണ് നാം തൃശ്ശൂരിൽ കണ്ടത്. തൃശ്ശൂരിൽ 1000 വോട്ടിനല്ല വിജയിച്ചത്, 75,000 വോട്ട്. ആ രീതിയിലേക്കുള്ള ഒരു വലിയ പൊട്ടിത്തെറി പോലെ ആയിരിക്കും കേരള രാഷ്ട്രീയം ഇനി കാണാനിരിക്കുന്നത്. അതിന് നാം ബംഗാളിൽ കണ്ട ഈ തർക്കം, പാർട്ടിക്കുള്ളിലെ തർക്കം, വിഭാഗീയത തന്നെയാണ്. അതിൻ്റെ ഒരു തുടക്കമാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അവർ ഇതിൽ നിന്നെല്ലാം കരകയറാൻ ശ്രമങ്ങൾ നടത്തുമ്പോഴും ഒരു ഭാഗം ക്ലിയർ ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിൽ, ആലപ്പുഴയായാലും കൊല്ലമായാലും പാലക്കാടായാലും ഓരോ ജില്ലകളിലും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. കണ്ണൂരിൽ ഈ പ്രതിസന്ധി നേതാക്കൾക്കിടയിലല്ല, ഈ അണികൾക്കിടയിലാണ്. അണികൾക്കെല്ലാം വലിയ രീതിയിൽ തങ്ങളെ ഈ പാർട്ടി 2 തവണ അധികാരത്തിൽ വന്നിട്ടും സംരക്ഷിക്കുന്നില്ല എന്നൊരു ധാരണ ആ പ്രവർത്തകർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായത്. പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ പണ്ട് ആ വാർഡുകൾ പരിശോധിച്ചാൽ ഒരു കോൺഗ്രസിന് 10 വോട്ടും
BJPക്ക് 10 വോട്ടും CPMന് 1000 വോട്ടും കിട്ടുന്ന അത്രയും വ്യത്യാസമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വ്യത്യാസം കുറയുകയാണ്. അപ്പോൾ 500 വോട്ടുള്ള ഇപ്പോൾ CPMന് 500 വോട്ട് കിട്ടിയാൽ അവിടെ 100 വോട്ടിലേക്ക് കോൺഗ്രസ് എല്ലാം വളർച്ച കാണിക്കുന്നുണ്ട്, BJP വളർച്ച കാണിക്കുന്നുണ്ട്. അത് ഒരു മാറ്റമാണ്. ഈ CPM പ്രവർത്തകർ തന്നെയാണ് ഈ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു ധാരണ കൊണ്ടാണ്. ഈ 10 വർഷം പോലും അധികാരത്തിൽ ഇരുന്നിട്ട് തങ്ങളെ സംരക്ഷിക്കാൻ തങ്ങളുടെ പാർട്ടി തയ്യാറായിട്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഈ പ്രവർത്തകർ കാത്തിരിക്കുകയാണ്. തിരിച്ചടി മാത്രമല്ല, അവർ പതുക്കെ ആശയപരമായി തന്നെ മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.